ഗായ്സ്, വെൽക്കം ടു ഹെലൻ റിയാക്സ്. ടോവിനോ തോമസ് നായകനായ ഏറ്റവും പുതിയ സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും ഞാൻ ഈ അടുത്താണ് കണ്ടത്. ഞാൻ ഒരുപാട് നാളായിട്ട് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡാർവിൻ കുര്യാക്കോസ് ആണ് സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ സിനിമ സെറ്റ് ചെയ്തേക്കുന്ന 1980s 1990s ആണ്. അപ്പം അതിൻ്റെ ഒരുപാട് ഡീറ്റെയിലിങ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അതായത് പാരഗണിൻ്റെ ചെരുപ്പ്, പിന്നെ നാടൻ പന്തുകളി, പിന്നെ റൈനോൾസിൻ്റെ പേന, പിന്നെ കലണ്ടറിലെ ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിലിങ്സ് ഉണ്ട്. ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് സിനിമയിൽ എന്താ പറയുക ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഒരു ത്രില്ലർ സ്റ്റോറിയും സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ത്രില്ലർ സ്റ്റോറിയാണ്. രണ്ട് സ്റ്റോറീസും ഒന്നിനൊന്നും വെച്ചാണ്. ചിലർക്ക് സെക്കൻഡ് ഹാഫിലെ ത്രില്ലർ സ്റ്റോറി കുറച്ച് ലാഗായിട്ടാണ് തോന്നിയെന്ന് റിവ്യൂസിലൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് അങ്ങനെയല്ലായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരേപോലെ നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഇൻ്റർവെൽ ആയപ്പം സിനിമേനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ ഒന്നും കാണാതെയാണ് സിനിമയ്ക്ക് കയറിയത്. ട്രെയിലർ റിവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ സിനിമയുടെ. അതുകൊണ്ട് എനിക്ക് ആരൊക്കെയില്ല കാസ്റ്റ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ഒത്തിരി പേരുകൾ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചില സമയത്ത് ഗൂഗിളിൽ ഇങ്ങനെ തെറ്റ് കാസ്റ്റുകൾ വരാറുണ്ട്. നമ്മൾ ഉണ്ടെന്ന് പറയുന്ന ആളെ കാണിക്കില്ല, ചിലപ്പോൾ ഉള്ള ആളെ കാണിക്കില്ല, അങ്ങനെ പല മിസ്റ്റേക്സ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത്രയും പേരൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ഗൂഗിളിൽ മിസ്റ്റേക്ക് വന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ തുടങ്ങിയപ്പോഴത്തേനും കാസ്റ്റുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വരാൻ തുടങ്ങി. ഹരിശ്രീ അശോകനൊക്കെ എവിടെയാണ്? ഹരിശ്രീ അശോകന്റെ സിനിമകളൊന്നും അധികം ഇപ്പൊ കാണാറില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഹരിശ്രീ അശോകൻ അന്വേഷിപ്പിൻ കണ്ടെത്തുമിൽ കണ്ടത്. പിന്നെയും ഒരുപാട് കാസ്റ്റുകളുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് നല്ല സൂപ്പറാണ്. അതായത് ഒരു ഇവന്റ് കഴിഞ്ഞ് അടുത്ത ഇവന്റിലേക്ക് ഉള്ള ട്രാൻസിഷൻ അല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര സ്മൂത്താണ്. അത് സ്റ്റാർട്ടിങ് തന്നെ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ വലിയ എന്താ പറയുക മാസ് BGMകളോ അല്ലെങ്കിൽ ഒരു വലിയൊരു മാസ് ക്യാരക്ടർ ഇൻട്രോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് സിനിമ പോകുന്നത്. എല്ലാം കൊണ്ടും ഞാൻ ഈ അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു ത്രില്ലർ സിനിമയാണ്. ഓവറോൾ ഈ സിനിമേനെ പറ്റി പറയാനാണെങ്കിൽ എക്സലന്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ തിയേറ്റർ വാച്ച് മസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കിത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. സോ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. സോ ചിലർക്ക് ഇത് തിയേറ്ററിൽ കാണുമ്പം കൂടുതൽ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ട് കിട്ടുന്ന ഒരു സിനിമ കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. അങ്ങനെ മാസ് BGMകളും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല ആക്ടിങ് വൈസ് ആണെങ്കിലും ആ സിനിമയിലുള്ള എല്ലാ ആക്ടേഴ്സും ഒന്നിനൊന്നും വെച്ചായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളും മുതൽ കുറച്ച് റോളുകളിൽ ഉണ്ടായിരുന്നവരും മുതൽ മെയിൻ റോളിലുള്ള ടോവിനോ തോമസ് വരെ എല്ലാവരും നല്ല സൂപ്പറായിട്ടാണ് അവരുടെ റോളുകൾ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിനെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഹെലൻ റിയാക്സ്. താങ്ക് യു.